ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജോർദനിലാണ്. അപ്പോൾ നമുക്ക് ജോർദനിലെ വിശേഷങ്ങൾ കണ്ടാലോ. വീഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആംഗിളിൽ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ഇതായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ പീക്ക് എസ്കേപ്പിൻ്റെ കൂടെ ഉള്ള ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിനാണ് വന്നിരിക്കുന്നത്. ഇൻട്രോവേർട്ടായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് അടിച്ചു പൊളിച്ചതെന്ന് നിങ്ങൾക്കും കാണണ്ടേ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എല്ലാവരും ഓണായിട്ട് അങ്ങ് ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റിലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കറൻസി മാറണമായിരുന്നു. കുറച്ച് ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങനെ കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി കേട്ടോ. അപ്പം ഇതാണ് ജോർദൻ കറൻസിയിലോട്ട് ഞങ്ങൾ മാറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്തി. രാത്രിയായി എത്തിയപ്പോഴേക്കും അപ്പം എല്ലാവരും സംസാരിച്ച് ഓരോരുത്തരും ഏതൊക്കെ റൂമിലാണെന്നൊക്കെ ഉള്ള എല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഞാനും ജീന ചേച്ചിയും ഒരു റൂമിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം ഈ 23 പേരുടെ കൂടെ, അതും ഒട്ടും അറിയാത്ത 23 പേരുടെ കൂടെ ഞാൻ എങ്ങനെ ഇതാക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ പോയി ഫസ്റ്റ് ഡേ തന്നെ കുറച്ചൊന്ന് കളറായി. അപ്പോഴേക്കും കുറച്ചൊന്ന് ആശ്വാസമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ലഗേജും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നേരെ തന്നെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. റൂമിൽ നിന്നൊരു 10 to 15 മിനിറ്റ്സോളം വോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള അവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ മലയാളി പോയപ്പോഴേക്കും അവരെല്ലാവരും ഭയങ്കര ഇതായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അവിടുത്തെ ഓരോ വോളൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കി. ഫുഡ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൈയൊക്കെ കൊട്ടി ക്ലാപ്പൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവരൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. ഈ ഒരു ഫുഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 പേർക്ക് ഇത് ഭയങ്കര ക്വാണ്ടിറ്റി കൂടുതലായിരുന്നേ. ഭയങ്കര ക്വാണ്ടിറ്റിയിലായിരുന്നു തന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീണ്ടും ബസ്സിലേക്ക് കയറി. എന്നിട്ട് നമ്മളിതേ ചില്ലായിട്ട് അടുത്ത നമ്മുടെ സ്പോട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ബസ്സൊക്കെ ഫുൾ ഓണായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിപ്പം നമ്മൾ പോകുന്നത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ പെട്ര എന്ന മഹാ അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ തലയൊക്കെ കെട്ടി. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ദുബായ് ഡെസേർട്ട് സഫാരിയിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ കെട്ടുന്ന കണ്ടിട്ടില്ലേ. പക്ഷേ ഇവിടെയും ഒരു ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ തലയൊക്കെ കെട്ടിയിട്ട് അത്യാവശ്യം നല്ല ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. നമ്മൾ UK നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വെയിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗൈഡ്, ഇതാണ് ഞങ്ങളുടെ പീക്ക് എസ്കേപ്പിൻ്റെ ഗൈഡ് അമൽ. മറ്റേത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവിടുത്തെ ജോർദനിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനൊരു മുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി ഇനി ഞങ്ങളുടെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇത്രയും ദൂരം അത്യാവശ്യം നല്ല നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറിന് മേലേക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് നടന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്ത് പോകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ അറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു ജീപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും എടുക്കാം. പക്ഷെ ഞങ്ങൾ ഇതൊന്നും എടുത്തില്ല. ഞങ്ങൾ നടക്കാൻ തന്നെ അങ്ങ് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതെല്ലാം അവർ കൊത്തിയെടുത്തതാണ് കേട്ടോ. എന്ത് അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടോ. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഭയങ്കര ഒരു മിറാക്കിൾ പോലെയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ UK വരുന്നതെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ UK വന്നിട്ട് ഇങ്ങനെ ഈ കൺട്രീസിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന സംഭവമല്ല. പക്ഷേ ഇപ്പം ഈ ഒരു ജോർദൻ എന്ന് പറയുന്ന ഒരു ട്രിപ്പ് എനിക്ക് ഇതാക്കാൻ പറ്റിയത് പീക്ക് എസ്കേപ്പ് വഴിയിട്ടാണ്. അങ്ങനെ ഞങ്ങളിതേ ഓരോ അടിപൊളി കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന, നമ്മളിങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നിൽക്കുന്ന സംഭവങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഈ ചെങ്കലിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ കണ്ട് നമ്മൾ ആ ഒരു വെയിലോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ദൂരമോ തളർച്ചയോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം ഇത്രയും അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ എങ്ങനെ തളരാനാണ്. അവിടുത്തെ ഓരോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഗൈഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ഈ കാണുന്നതിലൊക്കെ മഴ ഇങ്ങനെ പെയ്യുമ്പോഴേക്കും സൈഡിൽ ചെറിയൊരു ഇതുപോലെ അവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെ മഴവെള്ളം ഇങ്ങനെ പോയി ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെ കുറേ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ
ഈ ഒരു ചെങ്കലിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികളൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജീന ചേച്ചി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയൊക്കെ നമ്മൾ നടക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് പെട്ര ഒന്ന് നേരിട്ട് കാണണം എന്ന് തന്നെയായിരുന്നു കേട്ടോ. ലോകത്തിലെ 1 ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്ന ആ പെട്ര, അതും നേരിട്ട് കണ്ടറിഞ്ഞ ആ ഒരു സുഖം ഒന്ന് പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു ഭംഗിയാന്ന്. അതും ചെങ്കല്ലിൽ കൈകൊണ്ട് കൊത്തു പണിഞ്ഞെടുത്തതാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഫസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം ജോർദനിലെ പെട്ര. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഞങ്ങൾക്ക് ബൊഫേ ആയിരുന്നു. ഇവിടുത്തെ ജോർദനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൊഫേ ആയിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടുത്തെ എല്ലാ ഫുഡും ട്രൈ ചെയ്യുന്ന രീതിക്ക് തന്നെ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാലഡ് സെഷനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കുറേ മീൽസും കാര്യങ്ങളെല്ലാം നോൺ വെജും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ഫുഡ് ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞി സൺസെറ്റും ഓൾസോ ഒരു ഡെസേർട്ട് സഫാരി പോലെ ജീപ്പ് റൈഡ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് അവിടെ അവരുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരായിട്ട് ടീംസായിട്ട് ജീപ്പിൽ കയറി. എന്നിട്ട് ഞങ്ങൾ നേരെ ആ ഡെസേർട്ടിൽ കൂടെ ആ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യ. പീക്ക് എസ്കേപ്പ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇത് എക്സിക്യൂട്ടീവ് ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ ടീമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബായിരുന്നു. UK തണുപ്പുള്ള ആ ഒരു വെതറിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ജോർദനിലോട്ടൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഞങ്ങളെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടങ്ങി ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അതൊന്നും ഭയങ്കര ബോധോടെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ചും എനിക്കെന്ന് പറയുന്നത് ഈ ജോർദൻ, മൊറോക്കോ അങ്ങനത്തെ ഉള്ള കൺട്രീസിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നേ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തൊരു അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി. ആ ഒരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന പോക്കാണ്. അതും ഓരോ സ്ഥലത്തും ഈ വെയിലൊക്കെ കൊണ്ട് ആ കല്ലുമേലൊക്കെ തട്ടുമ്പോഴുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല. ജീപ്പ് ഒരു വഴിക്ക് നമ്മൾ ഒതുക്കിയതിന് ശേഷം നമ്മൾ അടിപൊളി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സൺസെറ്റായിരിക്കും ഇതെന്ന് പറയുന്നത്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ആ വെയിലൊക്കെ ആ കല്ലുമേൽ ഇങ്ങനെ അടിക്കുമ്പോഴും അതുപോലെ തന്നെ ആ മണ്ണിലുള്ള ആ ഒരു ഭംഗി എനിക്കിത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അറിയത്തില്ല കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ആ മണ്ണിൽ കൂടെ ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജി ഫീലാണ് കേട്ടോ. ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ആ ഒരു അടിപൊളി സൺസെറ്റും കാര്യങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ ഇനി തിരിച്ചിവിടെ നിന്ന് പോകാനുള്ള പുറപ്പാടിലാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതല്ലേ? ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടെൻറ്റിലാണ് കേട്ടോ. ടെൻറ്റും കാര്യങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ആദ്യം ഇന്ന് രാത്രി നമ്മൾ ടെൻറ്റിലാണല്ലോ ഈശ്വര താമസിക്കുന്നത്, കഷ്ടപ്പെടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. വൈഫൈ കിട്ടുമോ, നെറ്റ് കിട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഇതാണല്ലോ ഡെസേർട്ടാണല്ലോ എന്നൊക്കെ ഉള്ള കുറേ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയാണിടാ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ പോയി ചെന്നിറങ്ങി ഇത് കണ്ടതും ഞങ്ങളെല്ലാവരും ജസ്റ്റ് ലൈക്ക് ഇതെന്ത് സംഭവം, ഭയങ്കര അടിപൊളി മിറാക്കിളായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അതിന്മേലുള്ള ആ സ്റ്റോൺസ് ലൈക്ക് ആ ഒരു ഇതിലൊക്കെ ലൈറ്റ് അടിക്കുന്നതും താഴെയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഈവൻ ഒരു കല്ലിന് പോലും ഇത്രയും ഭംഗിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ജോർദനിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ടെൻ്റ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും അടിപൊളി സാധനമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അത്രയ്ക്കും കിടിലമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ടെൻറ്റോ സീനായിരിക്കുമോ എന്ന് വിചാരിച്ച ഞാനാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ജസ്റ്റ് ലൈക്ക് എന്ത് അടിപൊളിയാണെന്നുള്ളൊരു സംഭവത്തിലോട്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് പുറത്തേക്ക് പോയി. കാരണം അവിടെ ഒരു അടിപൊളി സംഭവം നടക്കുകയാണ്. നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഫുഡെന്ന് പറയുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. അതെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഒരു 48 hours എങ്ങാണ്ടോ മണ്ണിനടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം അത് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവർ പൊട്ടിക്കുന്നതാണ്. 48 മണിക്കൂർ അടുപ്പിച്ചൊക്കെ സ്ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ കുക്ക് ചെയ്തതാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇട്ട് പൊട്ടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തന്നു കേട്ടോ. ഭയങ്കര ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഒരു ചാക്കുമേലൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഫോയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.
എനിവേ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്തു, ഈ ഒരു സംഭവം ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ചിക്കനൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് അതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര രസമായിരുന്നു, ചിക്കൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് എൻ്റെ പൊന്നട, നല്ല രീതിക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോർദനിലോട്ട് വന്നോ, നിങ്ങൾക്ക് നല്ലതായിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതായിരുന്നു അതിന് ഉള്ളിലുണ്ടായിരുന്നത് കേട്ടോ. അവർ കുറേ വെജീസും കാര്യങ്ങളൊക്കെ, അതായത് പൊട്ടറ്റോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമേ. അങ്ങനെ ഇതൊക്കെ ഞങ്ങളെ കാണിച്ചതിന് ശേഷം ഓക്കെ ബായ്, നിങ്ങളെന്നാൽ പൊക്കോ, ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ അതെല്ലാം കണ്ട് പിള്ളേരെല്ലാം എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഭയങ്കര ഇതായിട്ടിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ടീം ഫുള്ളും ഈ ഒരു സ്റ്റേയിൽ അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ടെൻറ്റിൽ, ആ ഒരു പ്രോപ്പർട്ടിയിൽ അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തത്. ഒരു സൈഡിൽ കുറച്ച് പേര് ഫുഡ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു സൈഡിൽ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ഫയർ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ടോ, ഈ കല്ലിൻ്റെയൊക്കെ ഭംഗി എൻ്റെ പൊന്നടാ, ഒരു സീന് സാധനം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾക്ക് ഇന്ന് ബൊഫേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഫുഡൊന്നും അങ്ങനെ ഇഷ്ടമാവത്തില്ല. പക്ഷേ ഈ കാണുന്നതൊക്കെ മെയിനായിരുന്നു, ഞങ്ങളുടെ ചിക്കൻ കാര്യങ്ങൾ, ഒരു മന്തി സെറ്റപ്പ് പോലത്തേക്കായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയറിന് ചുറ്റിന് പിള്ളേർ ഡാൻസായി പാട്ടായി, ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. രാത്രി കണ്ട കാഴ്ചയെ പോലെ ആയിരുന്നില്ല രാവിലത്തെ ഇതെന്ന് പറയുന്നത്, എൻറ്റയർലി ഡിഫറെൻറ്റ്, വേറൊരിതുപോലെ. അതും രണ്ടും പ്രത്യേകതരം ഭംഗിയായിരുന്നു. രാത്രിയിലൊരു ഭംഗി, രാവിലെ ഒരു ഭംഗി, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ടെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് രാത്രി വേറൊരു മൂഡ് തന്നെയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഈ ടെൻറ്റ് പുറമേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉള്ളിനകം എങ്ങനെയാണെന്ന് നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ. ജോർദൻ അതൊരു വികാരം തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് വന്നൊന്ന് വിസിറ്റ് ചെയ്യണം, പ്രത്യേകിച്ചും പെട്ര. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അടുത്ത വിശേഷമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.